ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ക്രിയേഷൻസ് ഫോർ ലൈറ. ഞാൻ സൽമാമീർ. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമുക്ക് മെഷീൻ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ പഠിച്ചാലോ? അപ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ ചിത്രങ്ങളെല്ലാം വരച്ച് പഠിക്കുന്നത്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാൽ പോരെ, അതായത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാൽ പോരെ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിൽ പലർക്കും തയ്ക്കാനെല്ലാം അറിയുന്നുണ്ടാവും, ചെറുതായൊക്കെ തയ്ക്കാൻ അറിയുന്നവരായിരിക്കും. പക്ഷേ അവരിൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയാണ്, എത്ര ശ്രമിച്ചിട്ടും അവർക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല, ഡിസൈൻസ് ഒന്നും കറക്റ്റ് ആ പെർഫെക്ഷനിൽ വരുന്നില്ല, അതുപോലെ തന്നെ സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകുന്നു, അതുപോലെ താഴ്ഭാഗം മടക്കി അടിക്കുമ്പോഴെല്ലാം പിരിഞ്ഞു പോകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റായി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ മെഷീനും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പണിയെടുക്കുമ്പോൾ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് അവർ കൃത്യമായി ജോലി ചെയ്യാതെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. ആ സമയത്ത് നമ്മൾ ഇവരുടെ എനർജി കൂട്ടി കൊടുക്കാനായി ഓയിൽ കൊടുക്കാറാണ് പതിവ്. ഈ കാണുന്ന ഹോളുകളിലൂടെയാണ് നമ്മൾ അവർക്ക് ഓയിൽ കൊടുക്കുന്നത്. താഴെയും മേലെയും ഇതുപോലെ ഹോളുകളുണ്ട്. നമ്മൾ സാധാരണയായി മെഷീൻ ഓയിലാണ് യൂസ് ചെയ്യാറ്. ചിലർ ഇതിൽ വെളിച്ചെണ്ണ മാത്രമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടി മിക്സ് ചെയ്തോ ഓയിൽ കൊടുക്കുന്നതായി കാണാം. അത് എത്രത്തോളം നല്ലതാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ മെഷീൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഓയിൽ ക്യാനിൽ അത് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഞാനിവിടെ കൊടുക്കുന്നത് മെഷീൻ ഓയിൽ തന്നെയാണ്. ഇതുപോലെ മേലെയുള്ള എല്ലാ ഹോളുകളിലും 1-2 ഡ്രോപ്പ് ഓയിൽ നമ്മൾ ഒറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെയും നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീലൊന്ന് കറക്കി നമ്മുടെ സൂചി ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മുടെ നീഡിലൂടെ തന്നെ, അതായത് സൂചിയിലൂടെ തന്നെ നമ്മൾ 2-3 ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുക്കുക. അത് സൂചിയിലൂടെ താഴേക്ക് ഇറങ്ങി നമ്മുടെ കേസ് ഇരിക്കുന്ന ഷട്ടിലെല്ലാം എത്തും. അതിനുശേഷം നമ്മൾ മെഷീൻ ഇതുപോലെ ഒന്ന് നൂലൊന്നും അറ്റാച്ച് ചെയ്യരുത്, ഇതുപോലെ ഒന്ന് വെറുതെ കറക്കി കൊടുക്കുക, അതായത് വർക്ക് ചെയ്യിപ്പിക്കുക. ആ സമയത്ത് നമ്മുടെ ഓയിലെല്ലാം എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും. അതിനുശേഷം കൂടുതലായി വന്നിട്ടുള്ള ഓയിലെല്ലാം നമ്മൾ തുടച്ചു മാറ്റി ആ പ്രഷർ ഫൂട്ടുമെല്ലാം ഉള്ള ഓയിൽ തുടച്ചു മാറ്റിയെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് തയ്ക്കുന്ന സമയത്ത് ആ തുണിയിലെല്ലാം ഓയിൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഒരു തുണി വെച്ച് വെറുതെ ജസ്റ്റ് നൂലൊന്നും ഇടാതെ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ താഴെയുള്ള ഓയിലും നമ്മുടെ തുണിയിൽ പിടിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഒരു പെൻസിൽ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് എന്ന് പറഞ്ഞുള്ള വൈറ്റ് കളറുള്ള ഒരു പെൻസിലാണ് ഇത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്നും മിക്കവാറും എല്ലാ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്കെയിലും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും വീൽ ബാലൻസ് ചെയ്യാൻ പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ വീൽ കറക്റ്റ് ഡയറക്ഷനിൽ കറക്കി നമ്മുടെ താഴെയുള്ള ചവിട്ടി ഒന്ന് ചവിട്ടി കൊടുത്ത് വീൽ ഇതേ ഡയറക്ഷനിൽ തന്നെ കറക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായി നിങ്ങൾ ഇതുപോലെ ഒരു തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ മെഷീനിൽ നൂലൊന്നും അറ്റാച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ കൃത്യമായി വളരെ സാവധാനത്തിൽ തയ്ച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിന് ഇത് കൃത്യമായി സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെ കിട്ടണമെന്നില്ല. നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് ആ സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റായി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടതുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം തുണി എടുക്കുക. അതിൽ പല ഷേപ്പുകൾ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈനും വേവും സ്ക്വയറും ഒരു സ്റ്റാറും പിന്നെ ഒരു റൗണ്ടുമാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം. ഓരോ ഷേപ്പും എപ്പോഴാണോ കൃത്യമായി ഫിനിഷ് ചെയ്യാൻ കഴിയുന്നത് അതുവരെ നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് അതിൽ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് ഫിനിഷ് ചെയ്യാൻ നോക്കുന്നത്. സ്ട്രെയിറ്റ് ലൈനിലൂടെ നമ്മൾ തയ്ക്കുമ്പോൾ കൃത്യമായി വളരെ സാവധാനത്തിൽ തന്നെ തുടക്കക്കാർ ചെയ്തു തുടങ്ങിയാൽ മതി. കൃത്യമായി നമ്മൾ അതിലൂടെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അതേ വരയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി. ഇതുപോലെ വളരെ കൃത്യമായി തന്നെ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ഫിനിഷ് ചെയ്യുക. 4, 5, 6 എത്ര സ്ട്രെയിറ്റ് ലൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ച് അതിൽ തയ്ച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് വേവ് തയ്ക്കലാണ്. വേവ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത പോലെ താഴെയുള്ള ചവിട്ടിയിൽ ചവിട്ടി സ്പീഡ് കൂട്ടേണ്ടതിൻ്റെ ആവശ്യമില്ല. വളരെ സാവധാനത്തിൽ വീൽ കറക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് വേവ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. വേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണിയും അതുപോലെ തന്നെ വേവിൻ്റെ അതേ ഡയറക്ഷനിൽ തിരിച്ച് നമ്മൾ
അഡ്ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ തുണി തിരിക്കുന്ന സമയത്ത് ഈ കാണുന്ന പോലെ താഴെ ചുളിവും വലിവും എല്ലാം വന്ന് നമ്മുടെ തുണി വലിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇതുപോലെ പ്രഷർ ഫുട്ട് ഒന്ന് പൊന്തിച്ച് വെച്ച് നമ്മുടെ തുണി നേരെയാക്കി വെച്ച് വീണ്ടും സാവധാനത്തിൽ തയ്ക്കുക. വേവ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ വേവിൻ്റെ വഴിക്കും പോവും, നമ്മുടെ സ്റ്റിച്ചിൻ്റെ വഴിക്കും പോവും. അതുകൊണ്ട് രണ്ടുപേരെയും നമുക്ക് ഒന്നിച്ച് ഒരേപോലെ കൊണ്ടുവരാൻ വേണ്ടി വളരെ ക്ഷമയോടുകൂടി വളരെ കൃത്യമായി വളരെ സാവധാനത്തിൽ ഇതുപോലെ നമ്മുടെ ബാലൻസ് വീൽ തിരിച്ചു കൊടുത്ത് നമ്മൾ വേവ് ഫിനിഷ് ചെയ്തെടുക്കുക. നമുക്ക് എത്ര വേവ് വേണമെങ്കിലും ഇതുപോലെ തയ്ച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് സ്ക്വയർ ആണ്. ഇതുപോലെ സ്ക്വയറിൻ്റെ ഒരു കോർണറിൽ സൂചി കുത്തി നിർത്തി നമുക്ക് അടുത്ത കോർണറിലേക്ക് തയ്ച്ചെടുക്കാം. അടുത്ത കോർണറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സൂചി ആ കോർണറിൽ കറക്റ്റ് പോയിന്റിൽ കുത്തി ഇറക്കി നിർത്തി നമ്മുടെ ഫുട്ട് പ്രഷർ ഒന്ന് പൊന്തിച്ച് കൊടുത്ത് തുണി തിരിച്ചു വെച്ച് വീണ്ടും നമ്മൾ തയ്ച്ചു തുടങ്ങുക. ഇതുപോലെ തന്നെ അടുത്ത കോർണറിലും സൂചി കുത്തി നിർത്തി പ്രഷർ പൊന്തിച്ച് നമ്മൾ തുണി തിരിച്ചു വെച്ച് വീണ്ടും പ്രഷർ താഴ്ത്തിയിട്ടുകൊണ്ട് അടുത്ത കോർണറിലേക്ക് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ കോർണറുകളിലും സൂചി കുത്തി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ സ്ക്വയറിൻ്റെ ആ കോർണേഴ്സിലെ പോയിൻറ്റിങ് കൃത്യമായി നമുക്ക് കിട്ടില്ല. അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനം ഇതുപോലെ കെട്ടിട്ട് നമ്മൾ സ്ക്വയർ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മുടെ ഫൂട്ടൊന്ന് പൊന്തിച്ച് കൊടുത്ത് നമ്മുടെ തുണി ഇതുപോലെ ചുറ്റി പിടിക്കാതെ നേരെ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ നൂലെല്ലാം കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സ്ക്വയറും ഫിനിഷ് ചെയ്തെടുക്കുക. നമ്മളിവിടെ ഇപ്പോൾ 2 സ്ക്വയറും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സ്റ്റാർ എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നാണ്. ഇതുപോലെ ഒരു ഡയറക്ഷനിൽ നിന്ന്, അതായത് ഒരു കോർണറിൽ നിന്ന് നമ്മൾ അടുത്ത കോർണറിലേക്ക് തയ്ച്ചു കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ സൂചി കുത്തി നിർത്തി നമ്മുടെ പ്രഷർ ഫുട്ട് ഒന്ന് പൊന്തിച്ച് തുണി തിരിച്ചു വയ്ക്കുക. തുണി തിരിച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ പ്രഷർ ഫുട്ട് താഴ്ത്തി ഇട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചു തുടങ്ങാനായിട്ട്. ഇതുപോലെ എല്ലാ കോർണറുകളും കൃത്യമായി നമ്മൾ തയ്ച്ചെടുക്കുക. നമ്മൾ കോർണറിൽ കുത്തി നിർത്തി ഫുട്ട് പൊന്തിച്ച് തുണി തിരിച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫുട്ടിൻ്റെ ഡയറക്ഷനും നമ്മുടെ വരച്ചിരിക്കുന്ന ലൈനും ഒരേ ഡയറക്ഷനിൽ വരണം. അതുപോലെ നമ്മുടെ ഫുട്ടിൻ്റെ ഡയറക്ഷനും നമ്മുടെ ലൈനും ഒരേ ഡയറക്ഷനിൽ തന്നെ വരണം. അങ്ങനെ നമ്മൾ എല്ലാ കോർണേഴ്സും ഇതുപോലെ തന്നെ പോയിന്റ് ചെയ്ത് തയ്ച്ചെടുക്കുക. എന്നിട്ട് അവസാനം കെട്ടിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കെട്ടിയിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സർക്കിളാണ്. ഈ സർക്കിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ല ക്ഷമയാണ്. കാരണം ഇത് ഒരിക്കലും സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിംഗ് അല്ല. കാരണം നമ്മൾക്ക് വളരെ സാവധാനത്തിൽ നമ്മുടെ ബാലൻസ് വീൽ കറക്കി കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാകും, കുറച്ച് നമ്മൾ അടിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഫുട്ടിൻ്റെ ഡയറക്ഷൻ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രഷർ ഫുട്ട് പൊന്തിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ഡയറക്ഷൻ കൃത്യമായി ആ ലൈനിലേക്ക് തന്നെ വെച്ച് ഇതുപോലെ തയ്ച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ തുണി തിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രഷർ ഫുട്ടിന് താഴെ തുണി ചുളിയുവാനും വലിയുവാനും ഒക്കെ തുടങ്ങും. അപ്പോൾ വീണ്ടും പ്രഷർ ഫുട്ട് പൊന്തിച്ച് നമ്മൾ ഇതുപോലെ തന്നെ തുണി നിവർത്തി വെച്ച് വീണ്ടും നല്ല വൃത്തിയിൽ അടിക്കുക. ആദ്യമായി നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയാസമായി തോന്നും. ആ സമയത്ത് നിങ്ങളിത് വേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങളിത് കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. എത്ര സാധിക്കാത്ത കാര്യവും നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കുന്നതായിരിക്കും. നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ വിചാരിച്ച് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളിത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അടുത്ത ക്ലാസ്സുകളിൽ നമ്മുടെ നെക്കെല്ലാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല സാവധാനത്തിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് മാത്രം, അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാൽ മതി. ഇതുപോലെ നമ്മൾ ഇത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കെട്ടിട്ടുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ സാവധാനത്തിൽ നമ്മളിത് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്രമാത്രം സാവധാനത്തിലാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. എത്ര പ്രാക്ടീസുള്ള ആളുകൾക്ക് പോലും ഇത് വളരെ സ്പീഡിൽ ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കും ഇത് കഴിയുന്നതായിരിക്കും. എന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഒരു തുണി തയ്ച്ചെടുക്കുക. നമുക്ക് എവിടെയാണ് കെട്ടിടേണ്ടത് എന്ന് വെച്ചാൽ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ പ്രഷർ ഫുട്ട് ഒന്ന് പൊന്തിച്ച് കൊടുത്ത് നമ്മുടെ തുണി താഴേക്ക് വലിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം പ്രഷർ ഫുട്ട് ഒന്ന് താഴ്ത്തി വെച്ച് വീണ്ടും നമ്മൾ താഴേക്ക് തന്നെ തയ്ച്ചു കൊണ്ടുവരിക. വീഡിയോയിൽ കാണുന്നത് പോലെ
നമ്മുടെ പ്രഷർ ഫുട്ട് പൊന്തിച്ച് നമ്മൾ താഴേക്ക് വലിക്കുക. സ്റ്റിച്ച് ബാക്കിലേക്ക് പോകുന്നത് കാണാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലം എത്തുമ്പോൾ വീണ്ടും പ്രഷർ ഫുട്ട് താഴ്ത്തി ഇട്ടുകൊണ്ട് വീണ്ടും താഴേക്ക് തന്നെ തയ്ക്കുക. ആ സമയത്ത് നമുക്ക് കെട്ട് വരുന്നതായിരിക്കും. കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതായി ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് പലരും ഇതുപോലെ തുണി ഉയർത്തിപ്പിടിച്ച് കട്ട് ചെയ്യുന്നത് കാണാം. അത് തെറ്റായ രീതിയാണ്. നമ്മൾ എപ്പോഴും തുണിയുടെ ഒരു സൈഡ് ഇതുപോലെ കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് മറ്റേ സൈഡ് ഇതുപോലെ കട്ട് ചെയ്യുന്ന ഭാഗം നിലത്ത് വെച്ച് തന്നെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള തുണിയെല്ലാം നീങ്ങിപ്പോയി നമ്മുടെ കട്ടിങ് ശരിയാവാതെ വരാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കി തയ്ക്കുന്ന കറക്റ്റായ രീതിയെന്ന് നോക്കാം. നമ്മൾ പൊതുവേ നമ്മൾ 2 മടക്ക് മടക്കിയാണ് തയ്ക്കാറ്. പക്ഷേ നിങ്ങൾ തുടക്കക്കാർ ആദ്യം 1 മടക്ക് തയ്ച്ച് പിന്നെ വീണ്ടും 2ാമത് മടക്കി തയ്ച്ച് ശീലിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 1 മടക്ക് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും എഡ്ജിൽ, ഈ കാണുന്നത് പോലെ ഏറ്റവും എഡ്ജിലാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. 1 മടക്ക് മടക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ തയ്ക്കേണ്ടത്. അടുത്തതായി നമുക്ക് അടുത്ത മടക്ക് മടക്കി കൊടുക്കാം. 2ാമത്തെ മടക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ കൃത്യമായി താഴെ നിന്നും മേലെ നിന്നും താഴേക്ക് കൃത്യമായി നിങ്ങൾ മടക്കി കൊടുക്കുക. ആ മടക്ക് ഒന്ന്, അതായത് ആ ഫോൾഡ് ചെയ്തതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈവച്ച് അമർത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മെഷീൻ്റെ ടേബിളിൽ ഒന്ന് ഉരസി കൊടുക്കുകയോ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്നത് പോലെ തയ്ച്ചെടുക്കുക. നമ്മൾ തയ്ക്കേണ്ടത് എപ്പോഴും ആ ഫോൾഡിങ്ങിൻ്റെ എൻഡിലാണ്. ഫോൾഡിങ് എവിടെയാണോ അവസാനിക്കുന്നത്, വീഡിയോയിൽ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഈ ഫോൾഡിങ് അവസാനിക്കുന്ന അതേ എൻഡിൽ തന്നെ നിങ്ങൾ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. 2ാമത്തെ മടക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ എൻഡിലാണ് തയ്ക്കേണ്ടത്. ഇതുപോലെ 1 മടക്ക് മടക്കി തയ്ച്ച് 2ാമത്തെ മടക്കും മടക്കി തയ്ക്കാൻ ഫിനിഷിംഗ് ആയതിനു ശേഷം, അതായത് തുണി പിരിയാതെ കൃത്യമായി മടക്കി തയ്ക്കാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. അടുത്ത സ്റ്റെപ്പ് 2 മടക്കും ഒരുമിച്ച് മടക്കുക എന്നതാണ്. ഇതുപോലെ നമ്മൾ മടക്കുന്ന സമയത്ത് എഡ്ജെല്ലാം ഒരേ ലെവലിൽ വരാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ആ ഫോൾഡിങ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നേരത്തെ കാണിച്ചതുപോലെ ഇതിൻ്റെ ഈ എഡ്ജിൽ തന്നെ അടിച്ച് തുടങ്ങുക. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള 2 സൈഡും തയ്ച്ച് അവസാനിപ്പിക്കുക. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇത്രയും കൃത്യമായി പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒരേപോലെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഓരോ സ്റ്റെപ്പും കൃത്യമായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ, ഡ്രസ്സുകളെല്ലാം ഡിസൈൻ ചെയ്യാനെല്ലാം തുടങ്ങാം കേട്ടോ. ഇതുപോലെ നമ്മൾ 4 സൈഡും ഒരുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്ത് നമുക്ക് ഇതൊന്നുകൂടെ ഭംഗിയാക്കിയെടുക്കാം. ഇതുപോലെ മേലെ നിന്ന് താഴേക്ക് നമ്മൾ തയ്ച്ചു കൊണ്ട് വരിക. എന്നിട്ട് ആ കോർണറിലെത്തുന്ന സമയത്ത് നമ്മുടെ സൂചി ഒന്ന് കുത്തി നിർത്തി നമ്മുടെ പ്രഷർ ഫുട്ട് പൊന്തിച്ച് തുണി തിരിച്ചു കൊടുത്ത് വീണ്ടും അടുത്ത കോർണറിലേക്ക് തയ്ക്കുക. ഇത് എല്ലാ കോർണേഴ്സിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇത്രയും കൃത്യമായി പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും കൃത്യമായി നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങളിലേക്ക് കൃത്യമായി എത്തുകയുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.